ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ തൃശൂരിലെ വീടിന് സമീപം പൊട്ടിത്തെറിച്ചത് ഗുണ്ടാണെന്ന് പോലീസ് കണ്ടെത്തി. അയൽവാസിയ യുവാവിന്റെ സുഹൃത്തുക്കൾ ഗുണ്ട് പൊട്ടിക്കുകയായിരുന്നു. തന്റെ അറിവോടെ സുഹൃത്തുക്കൾ പടക്കം പൊട്ടിക്കുകയായിരുന്നുവെന്നാണ് യുവാവ് മൊഴി നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ശോഭാ സുരേന്ദ്രന്റെ എതിർവശത്തെ വീടിന് മുന്നിൽ ഗുണ്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. സംഭവ സമയത്ത് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രനും വീട്ടിലുണ്ടായിരുന്നു. പൊട്ടിയത് സ്ഫോടക വസ്തുവാണെന്നും തന്റെ വീടാണെന്ന് കരുതി തെറ്റിയെറിഞ്ഞതാണെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. അയൽവക്കത്തെ വീടുകളിലെല്ലാം തന്നെ പോലീസ് മൊഴിയെടുത്തു. അതിനുശേഷം നമ്മുടെ വീട്ടിൽ വന്ന് മൊഴിയെടുത്തു. അപ്പോൾ ഈ സാഹചര്യം ഉണ്ടായി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. സ്ഫോടക വസ്തുവിൻ്റെ അവശിഷ്ടങ്ങൾ അവർ കണ്ടെത്തി കൊണ്ടുപോയി. ഇനി എന്ത് പരാതിയാണ് കൊടുക്കേണ്ടത്? എന്നാൽ പിന്നീട് നടത്തിയ പോലീസ് അന്വേഷണത്തിൽ അയൽവാസിയായ യുവാവിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഗുണ്ട് പൊട്ടിച്ചതെന്ന് കണ്ടെത്തി. ഇന്നലെ 35 രൂപ കൊടുത്ത് ഗുണ്ട് വാങ്ങിയെന്നും സുഹൃത്തുക്കൾ തന്റെ അറിവോടെ പൊട്ടിക്കുകയായിരുന്നു എന്നുമാണ് യുവാക്കളുടെ മൊഴി. ഇവർക്ക് മറ്റു ദുരുദ്ദേശങ്ങളില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ശോഭാ സുരേന്ദ്രൻ പരാതി നൽകിയ പശ്ചാത്തലത്തിൽ അയൽവാസിയായ യുവാവിനെതിരെയും സുഹൃത്തുക്കൾക്കെതിരെയും കേസെടുക്കും. സ്വന്തം വീട്ടിൽ യുവാവ് പടക്കം പൊട്ടിച്ചതിനാൽ തുടർ നടപടികളില്ലാതെ കേസ് അവസാനിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം ശോഭാ സുരേന്ദ്രനെ പരിഹസിച്ച് CPM നേതാവ് EP ജയരാജൻ രംഗത്തെത്തി. വിഷുവല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലത്തും പടക്കം പൊട്ടു. ആ പടക്കമെല്ലാം പലതിൻ്റെ ഭാഗമായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ എനിക്ക് അവരെ അറിയില്ല. ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപത്തെ പൊട്ടിത്തെറിയിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. 24 തൃശൂർ.